ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളിൽ കോശങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോശങ്ങളിൽ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവസ്തരങ്ങളെ കുറിച്ചാണ്. ജീവസ്തരങ്ങൾ നമ്മൾ കോശങ്ങളെക്കുറിച്ചും കോശാംഗങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. അവർക്കെല്ലാം ഒരു പുറം ഭാഗത്തായി ഒരു ആവരണമുണ്ട്. ഈ ആവരണമാണ് ഈ സ്തര ആവരണമാണ് നമ്മൾ ജീവസ്തരങ്ങൾ എന്ന് പറയുന്നത്. കോശങ്ങൾക്കും മർമ്മത്തിനും കോശാംഗങ്ങൾക്കും എല്ലാമുള്ള കോശസ്തരമാണ്. അതിന് പുറത്തായി കാണുന്ന ആ ആവരണം സ്തരമാണ് ജീവസ്തരം എന്ന് പറയുന്നത്. ഈ ജീവസ്തരത്തിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ പോലെയുണ്ട്. ഈ ജീവസ്തരങ്ങളാണ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും ജീവദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ സംവഹനം നിർവഹിക്കുന്നത് ഈ ജീവസ്തരങ്ങളാണ്. മനസ്സിലായല്ലോ? കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യം, കോശത്തിനുള്ളിലെ കോശദ്രവ്യം ഉണ്ടല്ലോ, ആ കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ സംവഹനം നടത്തുന്നത് ഈ ജീവസ്തരമാണ്. ഇത് ഒരു സുതാര്യ സ്ഥലമാണ്. ഇതിൽ തന്നെ കോശങ്ങളും കോശാംഗങ്ങളും തമ്മിലും കോശാംഗങ്ങൾ ജീവദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ സംവഹനം നടത്തുന്നു. ഇത് തന്നെ അവർക്ക് വേണ്ടത് മാത്രമേ അവർ കടത്തി വിടുകയുള്ളൂ. എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രാൻസ്ഫർ ചെയ്യില്ല, കടത്തി വിടില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം കടത്തി വിടുന്നതിനാൽ അതിനെ ഭരണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നു. ഭരണധാര്യ സ്ഥലങ്ങൾ, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ, ഭരണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നു. ഭരണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ജീവസ്ഥലങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി നമ്മൾക്ക് അടുത്തതായി നമ്മൾക്ക് ഈ സസ്യങ്ങൾക്ക് മാത്രം കാണപ്പെടുന്ന ഒരു ജൈവകണത്തെക്കുറിച്ച് പഠിക്കാം. ജൈവകണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ജൈവകണം. ജന്തു ശരീരത്തിലില്ല, സസ്യശരീരത്തിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എളുപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും വലിയൊരു ഡിഫറൻസ് എന്ന്. നിങ്ങൾക്കറിയാം, സസ്യങ്ങളുടെ കളർ എന്ന് പറഞ്ഞാൽ പച്ച കളറാണ്. മെയിനായിട്ട് പച്ച ലീവ്സും പച്ച ഇലകളും പച്ചത്തണ്ടും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴും എല്ലാം തുടക്കത്തിൽ പച്ച കളറാണ്. പച്ച കളറ് ആണ്. പക്ഷെ ഫ്രൂട്ട്സ് ആയി നല്ല പാകമായി വരുമ്പോൾ അതിൻ്റെ കളർ മാറുന്നു. പൂക്കൾക്ക് പല പല കളറാണ്. അങ്ങനെ വർണ്ണ വൈവിധ്യമാർന്നതാണ് സസ്യലോകം എന്ന് പറയുന്നത്. ജന്തുലോകമാണെങ്കിൽ അങ്ങനെയല്ല. നമുക്കൊരു കളർ വന്നാൽ ആ കളർ തന്നെയാണ്, പിന്നെ ആ കളറിന് വലിയ വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ജൈവകണം എന്ന് പറയുന്നത്. ഈ ജൈവകണം തന്നെ 3 തരമുണ്ട്. ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. അപ്പോൾ ഹരിതകണം ഞാൻ പറഞ്ഞു, സസ്യങ്ങൾക്കെല്ലാം പച്ച കളർ നൽകുന്നത് ഹരിതകണമാണ്. ഈ ഹരിതകണമാണ് സസ്യങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സസ്യങ്ങൾക്ക് മാത്രമേ ആഹാരം പാചകം ചെയ്യാൻ കഴിയുകയുള്ളൂ, ജന്തുക്കൾക്ക് കഴിയില്ല. സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെയാണ് ജന്തുക്കളും ആഹാരമായി ഭക്ഷിക്കുന്നത്. അപ്പോൾ അന്നജം നിർമ്മിക്കുന്നത് സസ്യങ്ങൾ മാത്രമാണ്. അത് ഈ സസ്യങ്ങളിലുള്ള ഹരിതകണത്തിന്റെ സഹായത്തോടു കൂടി
സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത്, അന്നജം ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങൾ. അതിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഹരിതകണം. അത് പച്ച കളറിലിരിക്കുന്ന ഹരിതകണമാണ്. അടുത്ത് വർണ്ണഗണം നോക്കാം. നമ്മൾക്കറിയാം പൂക്കളെല്ലാം പല പല കളറാണ്. ഈ പച്ചയായി നിൽക്കുന്ന ഫലങ്ങളും കായ്കളും ഒന്ന് വിളഞ്ഞ് പാകമായി വരുമ്പോൾ അതിന് പല പല കളർ ഉണ്ടാകുന്നു. മഞ്ഞ, ചുമപ്പ്, പർപ്പിൾ, പല പല കളർ ഉണ്ടാകുന്നു. മാമ്പഴം തന്നെ നോക്കാം. പച്ച മാങ്ങ അത് പിന്നെ ഒരു മഞ്ഞ കളറായി മാറുന്നു, പിന്നെ അതൊരു ഓറഞ്ച് ചുമപ്പ് കളർ പോലെ ആകുന്നു. പല പല മാങ്ങയ്ക്ക് പല പല കളർ. അതുപോലെ വാഴപ്പഴം, നമ്മുടെ ടൊമാറ്റോ, ഏത് ഫ്രൂട്ട്സ് എടുത്താലും അറിയാം. പിന്നെ പൂക്കൾ തന്നെ, റോസാപ്പൂവ് തന്നെ എത്ര ഇനം റോസാപ്പൂക്കൾ, എത്ര കളറ്. ഇത് എല്ലാം വർണ്ണഗണമാണ് ഈ കളറുകളെല്ലാം നൽകുന്നത്. ഈ ഹരിതഗണം തന്നെ മാറി വർണ്ണഗണമായി മാറാറുണ്ട്. അതാണ് ഈ ഫലങ്ങളിൽ നമ്മൾ കാണുന്നത്. പച്ച കളർ മാറി പല പല കളറായി മാറും. പിന്നെ ഈ ശ്വേതഗണം എന്ന് പറയുന്നത് ഈ ആഹാര സാധനങ്ങൾ സസ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന, ശേഖരിച്ച് വയ്ക്കുന്ന ഭാഗങ്ങളിലാണ് ശ്വേതഗണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു കളറുമില്ല. അതുകൊണ്ടാണ് അതിന് ശ്വേതഗണം എന്ന് വിളിക്കുന്നത്. ഈ നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് ഇതിന് പല പല കളറുകൾ ഉണ്ടാകുന്നത്. അതുപോലെ പുളി, നല്ല പുളിയുള്ള ഒരു പച്ച മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായി മാറുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഈ അന്നജം. ഫലങ്ങൾ പാകമായി വരുമ്പോൾ അതിലുള്ള അന്നജം മാറി പഞ്ചസാരയായി മാറുന്നു. ഹരിതഗണം മാറി വർണ്ണഗണമായി മാറുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, പച്ച കളറിലത് ഹരിതഗണം മാറി പല കളറിലുള്ള വർണ്ണഗണങ്ങളായി മാറുന്നു. അതുപോലെ പഞ്ചസാര, അന്നജം എന്ന് പറയുന്ന ഒരു സാധനം, സ്റ്റാർച്ച്, അന്നജം മാറി അത് പഞ്ചസാരയായി മാറുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ വർണ്ണഗണത്തിൽ തന്നെ വർണ്ണകങ്ങളുണ്ട്. വർണ്ണഗണത്തിൽ വർണ്ണകമുണ്ട്. വർണ്ണകം ഈ വർണ്ണകം തന്നെ മൂന്ന് തരം വർണ്ണകമുണ്ട്. ഈ വർണ്ണഗണത്തിൽ 3 തരം വർണ്ണകമുണ്ട്. അത് ഏതെന്ന് വെച്ചാൽ സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ, അങ്ങനെ 3 തരം വർണ്ണകമുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ, അങ്ങനെ 3 തരം വർണ്ണകമുണ്ട്. അത് സാന്തോഫിലാണ് മഞ്ഞ കളർ സസ്യങ്ങൾക്ക്, ഫ്രൂട്ട്സിനൊക്കെ, ഫലങ്ങൾക്കെല്ലാം നൽകുന്നത്. ഫലങ്ങൾക്കും പൂക്കൾക്കുമെല്ലാം മഞ്ഞ കളർ നൽകുന്നത് സാന്തോഫിലാണ്. ഓറഞ്ച് ടു മഞ്ഞ മുതൽ ഓറഞ്ച് വരെയുള്ള ആ ഒരു കളർ ഷെയ്ഡ് നൽകുന്നത് കരോട്ടിനാണ്. ആന്തോസയാനിനാണ് ചുമപ്പും പർപ്പിൾ കളറും ഒക്കെ നൽകുന്നത് ആന്തോസയാനിനാണ്. അപ്പോൾ മനസ്സിലായല്ലോ സംഗതികൾ. എങ്ങനെയാണ് ഫ്രൂട്ട്സിന് മധുരം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് പല പല കളറുകൾ ഫ്രൂട്ട്സിനും പൂക്കൾക്കുമെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാര സാധനം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഏത് കണമാണ്, ഏത് വർണ്ണഗണം, ഏത് ജൈവഗണം ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് മനസ്സിലായല്ലോ. എൻ്റെ ക്ലാസ്സിൽ നിന്നെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ നോട്ട്സും ഞാൻ എഴുതുന്നുണ്ട്. എല്ലാ നോട്ട്സിൽ ഇതെല്ലാം വിശദമായി കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സൂചകങ്ങൾ, അവസാനം നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസർ, ഇതെല്ലാം എൻ്റെ നോട്ട്സിൽ കാണുന്നതായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ സസ്യകോശത്തെക്കുറിച്ച് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജന്തുകോശത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ ജന്തുകോശവും സസ്യകോശവും തമ്മിൽ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട്, എന്തെല്ലാം പൊതുവായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യപടിയായി ഞാൻ ജന്തുകോശത്തിൻ്റെ ഒരു ചെറിയ പിക്ചർ വരയ്ക്കാം. അതിലെ കോശാംഗങ്ങളെയും എല്ലാം മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ സസ്യകോശത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതിൽ പറയാത്ത എന്തെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ എന്നും അതിൽ പറഞ്ഞത് എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് പറയുമല്ലോ.
ശ്രദ്ധിച്ചോളൂ. സപ്പോസ് ഇതാണ് ഒരു ജന്തുകോശത്തിന്റെ ഔട്ട്ലൈൻ, ഇതാണെന്ന് സങ്കല്പിച്ചോളൂ. ഇതാണ് അതിന്റെ കോശസ്തരം. കോശസ്തരം എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ ബൗണ്ടറിയാണ്. ഇനി സസ്യകോശത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ ജന്തുകോശത്തിൽ മാർക്ക് ചെയ്യുകയാണ് ആദ്യം. സസ്യകോശത്തിൽ മാർക്ക് ചെയ്തവ മാത്രം. മർമ്മം നമ്മൾ സസ്യകോശത്തിൽ മാർക്ക് ചെയ്തതാണ് മർമ്മം. ഞാൻ പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാർക്ക് ചെയ്തു, അതും നമ്മൾ സസ്യകോശത്തിൽ മാർക്ക് ചെയ്തതാണ്. ഗോൾജി കോംപ്ലക്സ്, ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ്, അതും നമ്മൾ ജന്തുശാസ്ത്രത്തിൽ സസ്യകോശത്തിൽ മാർക്ക് ചെയ്ത് തന്നെയാണ് ഗോൾജി കോംപ്ലക്സ്. റൈബോസോം കോശത്തിനകത്ത് വേറിട്ടോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കാണുമെന്ന് നമ്മൾ പഠിച്ചു. റൈബോസോം, ആ റൈബോസോം ഇവിടെ ജന്തുകോശത്തിനകത്തുമുണ്ട്. മൈറ്റോകോൺട്രിയോൾ നമ്മൾ സസ്യകോശത്തിൽ പഠിച്ചത് തന്നെയാണ്. മൈറ്റോകോൺട്രിയോൾ കിഡ്നി ഷേപ്പിൽ ഇരിക്കുന്നതാണ് മൈറ്റോകോൺട്രിയോൾ, അതും ഞാൻ ജന്തുകോശത്തിൽ മാർക്ക് ചെയ്തു. കോശദ്രവ്യം ജന്തുകോശത്തിലുമുണ്ട് സസ്യകോശത്തിലുമുണ്ട്, കോശദ്രവ്യം രണ്ടിലുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ. ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയോൾ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ കോശസ്ഥലമുണ്ട്, കോശദ്രവ്യമുണ്ട്, മർമ്മമുണ്ട്. ഇത്രയും രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഞാൻ സസ്യകോശത്തിൽ ഇല്ലാത്ത രണ്ട് സംഭവങ്ങൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ, സസ്യകോശത്തിൽ ഇല്ലാത്ത രണ്ട് സാധനങ്ങൾ, രണ്ട് കോശ അംഗങ്ങൾ ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ലൈസോസോം, ലൈസോസോം ഞാൻ ഈ മാർക്ക് ചെയ്ത എല്ലാ ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോമൺ ആയിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം ഫംഗ്ഷനും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്തോന്നാണ്, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്തോന്നാണ്, അതിന് ധർമ്മം എന്തോന്നാണെന്ന് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണിത്.
അടുത്ത ലൈസോസോം ആണെങ്കിൽ ഈ അന്യവസ്തുക്കൾ നമ്മുടെ ദേഹത്ത് പ്രവേശിക്കുമ്പോൾ ആ അന്യവസ്തുക്കളെ ദഹിപ്പിച്ച് കളയാനുള്ള ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ലൈസോസോമിലാണ്. ഏതെങ്കിലും ഒരു അണുക്കളോ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ദേഹത്ത് നമ്മൾക്ക് വേണ്ടത് പ്രവേശിക്കുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ട ദഹന രസങ്ങൾ പുറപ്പെടുവിക്കുന്നത് ലൈസോസോമാണ്, ലൈസോസോം. ഇനി വേറെ ഒരു പാർട്ട് ഇതുപോലെയുള്ളതാണ് സെൻട്രോസോം. സസ്യകോശത്തിലില്ല, ജന്തുകോശത്തിൽ മാത്രമേ ഉള്ളൂ സെൻട്രോസോം. ആ സെൻട്രോസോമിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. ഈ സെൻട്രിയോളുകളാണ് കോശ വിഭജനത്തിന് സഹായിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മളുടെ ശരീരമെല്ലാം ലക്ഷക്കണക്കിന് കോശങ്ങൾ ദിവസം പ്രതി വിഘടിക്കുന്നു, പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വേണ്ടാത്ത കോശങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കോശ വിഭജനത്തിന്, സെൽ ഡിവിഷന് സഹായിക്കുന്നത് സെൻട്രോസോമിലെ സെൻട്രിയോളുകളാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, വ്യത്യസ്തമായ രണ്ട് ഘടകങ്ങൾ എന്തോന്നാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തന്നത്, സെൻട്രോസോമും ലൈസോസോമും. ഇനി നമ്മൾക്ക് അടുത്തതായി മനസ്സിലാക്കാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഡിഫറൻസ് തന്നെ നമ്മൾക്ക് ഒരു കോളം വരച്ച് മനസ്സിലാക്കാം. സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും പൊതുവായ ഘടനകളും എന്തോന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? കുറച്ചുകൂടെ വ്യക്തമായി ഞാനത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട് വ്യക്തമായി. ഇത് സെൻട്രോസോം, ഇത് ലൈസോസോം. ഈ രണ്ട്, ലൈസോസോമും സെൻട്രോസോമും, ഈ രണ്ട് വ്യത്യാസം മാത്രമേ സസ്യകോശത്തിൽ നിന്നുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആണ്. എല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായിട്ട് എന്തൊക്കെയുണ്ട്, അല്ലാതെ ജന്തുകോശത്തിൽ മാത്രം കാണുന്നതും സസ്യകോശത്തിൽ മാത്രം കാണുന്നതും എന്തൊക്കെയാണ് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇത് സസ്യകോശവും ഇത് ജന്തുകോശവുമാണെന്ന് സങ്കല്പിക്കുക. ഇടത് സൈഡിൽ സസ്യകോശം, വലത് സൈഡിൽ ജന്തുകോശവുമാണ് കാണുന്നത് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ തന്നെ ആദ്യം നമ്മൾക്ക് ജന്തുകോശത്തിൽ മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? ലൈസോസോമും റൈബോസോമും. പിന്നെ സസ്യകോശത്തിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ നമ്മളിവിടെ കണ്ടില്ല. നമ്മൾ സസ്യകോശത്തിൽ ഉണ്ടായിരുന്ന കോശഭിത്തി ഇവിടെ കണ്ടോ? ഇതിലെ കോശഭിത്തി ഞാൻ വരച്ചായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ സസ്യകോശത്തിലുള്ള കോശഭിത്തി ജന്തുകോശത്തിലില്ല.
പിന്നെ എന്തൊന്നാണ്, നമ്മൾ ജൈവകണങ്ങളെ കുറിച്ച് പഠിച്ചു. കളറും അതിന് രുചിയും ഒക്കെ നൽകുന്ന ജൈവകണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷെ ആ ജൈവകണങ്ങൾ ജന്തുകോശത്തിലില്ല. പിന്നെ ഫേനം, നമ്മൾ സസ്യകോശത്തിൽ പഠിച്ച ഒരു വലിയ ഘടകമാണ് ഫേനം. വിസർജ്യ വസ്തുക്കളെയൊക്കെ നമ്മൾ ശേഖരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫേനം, ആ ഫേനവും ഇവിടെ ഇല്ല. അപ്പൊ സസ്യകോശത്തിൽ മാത്രമുള്ളത് ഏതൊക്കെയാണ്? ഫേനം, ജൈവകണങ്ങൾ, കോശഭിത്തി, ഇത് മൂന്നും സസ്യകോശത്തിലുള്ളത് ജന്തുകോശത്തിലില്ല. ഇപ്പോൾ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. സസ്യകോശത്തിൽ ഫേനം, ജൈവകണം, കോശഭിത്തിയുണ്ട്. ജന്തുകോശത്തിൽ റൈബോസോം, ലൈസോസോം ഉണ്ട്. ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇനി കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ബാക്കി എല്ലാ ഭാഗങ്ങളും കോമൺ ആയിട്ടുണ്ട്. ആ കോമൺ ആയിട്ടുള്ളത് ഞാൻ വരച്ച് താഴെ മാർക്ക് ചെയ്യാം. മർമ്മം, കോശസ്തരം, എൻഡോപ്ലാസമിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ഗോൾജി കോംപ്ലക്സ്, ഇത് എല്ലാം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. രണ്ടിലും പൊതുവായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജന്തുകോശത്തിനെ കുറിച്ചും ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും മനസ്സിലായല്ലോ. ഈ ചാർട്ട് നോക്കിയാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. ഞാൻ നോട്ടിലും തരുന്നതായിരിക്കും.